നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 മേടമാസം 30-ാം തീയതി, അതായത് 2026 മെയ് മാസം 13-ാം തീയതി ബുധനാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളത്തെ രാഹുകാലം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. 12 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നാളെ കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. നാളെ ബുധനാഴ്ചയാണ്. ബുധൻ എന്ന ഗ്രഹത്തെ കൊണ്ടാണ്, അഥവാ ബുധവാരം കൊണ്ട് നമുക്ക് ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു ദശാവതാരങ്ങളെ ചിന്തിക്കാം. കറുത്തപക്ഷത്തിലെ ഏകാദശി കൃഷ്ണന് വളരെ പ്രാധാന്യമുള്ള ദിനമാണ്. ബുധനാഴ്ച കൃഷ്ണൻ്റെ ദിനമാണ്. അതിനാൽ നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാം. അതിനു പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് അവിടെ ഭഗവാന് വെണ്ണ നിവേദ്യമാകുന്നു. നാളത്തെ മറ്റൊരു പ്രത്യേകത, നാളത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. വളരെ വിശേഷപ്പെട്ടൊരു നക്ഷത്രമാണ് ഉത്രട്ടാതി. അത് ഉത്രത്രയത്തിൽ പെടുന്നു. ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനിയാണ്. അതുകൊണ്ടാണ് ശനീശ്വരനുമായി ബന്ധപ്പെടുന്ന ഏത് ദേവതകളും ഉത്രട്ടാതിക്ക് നല്ലതാണ്. ശാസ്താവാകാം, അയ്യപ്പനാകാം, വേട്ടക്കാരനാകാം, കരിയാത്തനാകാം, കിരാതമൂർത്തിയാകാം, പറശ്ശിനിക്കടവ് മുത്തപ്പനാകാം, സാക്ഷാൽ ഹനുമാനാകാം. ബുധനെ കൊണ്ട് ശ്രീരാമസ്വാമിയെ ചിന്തിക്കാം. അതിനാൽ നാളെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം അവിടെ ഗതമൊപ്പിച്ച് അവിടെ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം തുളസിമാല വഴിപാടായി സമർപ്പിക്കുക. നല്ല ഫലങ്ങൾ ഗ്യാരണ്ടി തരും ബുധൻ. ബുധനാഴ്ച സാധാരണയായി ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാറില്ല. സ്ത്രീകൾക്കും അത്ര അഭിലഷണീയമായ ദിനമല്ല ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമെന്ന് അറിയുക. നാളത്തെ പ്രാർത്ഥനാ വിഷയം ഞാൻ പറഞ്ഞു. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ ഓം ഹം ഹനുമതേ നമഃ. അതല്ലാതെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അച്യുതാഷ്ടകം, ശ്രീകൃഷ്ണൻ്റെ 8 ശ്ലോകങ്ങളുണ്ട്. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീ നായകം രാമചന്ദ്രം ഭജേ. ഇത് അനുഷ്ഠുവൃത്തത്തിലല്ല, സാധാരണ അധികം അനുഷ്ഠുവൃത്തത്തിൽ കാണാം. നാളെ കാലത്ത് 9:15 മുതൽ 10 മണി വരെയും 2:15 മുതൽ 3 മണി വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.